അതെ, ഇന്ന് സ്കൂൾ തുറക്കലായി. 2 മാസത്തെ വെക്കേഷന് ശേഷം പിന്നെ ട്യൂഷൻ ഉണ്ടാവുന്നുണ്ടല്ലേ അപ്പൊ ഇന്ന് രാവിലെ 7:30 ട്യൂഷൻ. 7:30 അതിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പൊ രാവിലെ പോലെ ഇപ്പൊ 7 മണി ആയിനത്ര. അപ്പൊ ബാക്ക് ടു സ്കൂൾ. ഇന്നലെ പോയിട്ട് അതിക്കൂടെ മുടിയെല്ലാം മുറിച്ച് നല്ല സുന്ദരക്കുട്ടനായിട്ടാ. മുടി പിന്നെ ആരുമില്ല, അതിപ്പോഴത്തെ ട്രെൻഡാന്ന്. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ഹായ്. അപ്പോൾ ലോകൂട്ടനും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാ. അപ്പോൾ വിഷുവിന് മേടിച്ച കുപ്പായാന്ന് ഇട്ടിട്ടില്ല. ഇന്ന് കളർ ഡ്രസ്സ് ഇടാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഇന്നലെ മിനിയാന്ന് പോയിട്ട് കുട അതിക്ക് വാങ്ങിയിട്ടു അല്ലേ. നിനക്ക് അധികം വാട്ടർ ബോട്ടിലും പുസ്തകമെല്ലാം വാങ്ങി. ബാഗ് പിന്നെ കഴിഞ്ഞ പോലെ തന്നെ 2 ആൾക്കും ഉണ്ട് കേട്ടോ. അത് നല്ല ബാഗ് തന്നെ, അതുകൊണ്ട് പുതിയ ബാഗൊന്നും വാങ്ങിയിട്ട. അപ്പം ഇന്ന് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറക്കലായി അല്ലേ. എന്നുണ്ട്. അപ്പം ഇന്ന് സ്കൂളിൽ സദ്യയും പായസമെല്ലാം ഉണ്ട് ലോകിൻ്റെ സ്കൂളിൽ. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, മോനിപ്പോൾ പോയിക്കോട്ടാ. 2 ആൾ ഒന്നിച്ച് പോവാന്നാ വിചാരിച്ചിന്. അപ്പം എനിക്ക് റെഡി ആയിട്ട് പണിയെല്ലാം അത്ര. അപ്പം നീ സൈക്കിൾ എടുത്തിട്ട് പോവില്ലേ? തിരിച്ച് അമ്മക്ക് വേഗം വരും വേണം. ഇന്ന് ഓർഡർ ഉണ്ട്, അമ്മമ്മ ഒറ്റക്കല്ലേലും. അതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് എല്ലാം പുതിയ ഫ്രണ്ട്സ്മാരെല്ലാം കാണുമോ അല്ലേ. പഴയ ഫ്രണ്ട്സ്മാരും ഉണ്ടാവും ഒപ്പം. എല്ലാവരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് വിഷസ് എല്ലാം പറഞ്ഞിട്ട് സ്കൂളിൽ തുടക്കത്തിൽ ഇതുണ്ടാവും. അപ്പോൾ പുതുതായിട്ട് സ്കൂൾ ഇനിയിപ്പം പുതിയ വർഷത്തിലേക്ക് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ. അതിരാവിലെ പോയി 7 മണിക്കേ പോയി അച്ഛൻ കൊണ്ടാക്കി. അപ്പോൾ ട്യൂഷനും ഉണ്ടായതുകൊണ്ട്. അപ്പോൾ തെറ്റാ അമ്മ വരാട്ടാ. കുഞ്ഞിപ്പെണ്ണ് വരുന്നല്ലോ നിന്റെ പേര് സ്കൂളിലതാ. നോക്കിയത് നിന്നെ എത്തിയ ശേഷം താഴ്ന്ന് കയറിയാ മതി കേട്ടാ. ഇവിടുന്ന് കുന്നിന്ന് ഇറങ്ങും. ടാറ്റാ. അപ്പം ഞാൻ ലോകിൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവം നിന്ന് അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. അത് റെഡി ആയിട്ട് പോകുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മേനെല്ലാം കാണിച്ചിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ ഫോണിൽ ചെറിയൊരു ലൈറ്റ് പോലെ ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഫോൺ മാറ്റിനി, പുതിയ ഫോണല്ല, സെക്കൻഡ് ഹാൻഡ് അടുത്തിന്. അപ്പോൾ എന്നാ പറ്റിനിന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പം പ്രവേശനോത്സവത്തിന് എല്ലാ കൊല്ലവും സ്കൂളിൽ പോകുന്നതാണ്. അവിടെ ഉച്ചഭക്ഷണത്തിനും ഇന്ന് പായസം കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതിനെല്ലാം സഹായിക്കുന്നതാണ്. PTA ഉണ്ടായതുകൊണ്ട് അതിന് എപ്പം പോയി സഹായിക്കുകയെല്ലാം ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇനി എന്തായിട്ട് പോകാൻ പറ്റും തോന്നില്ല. ഫോൺ ഇതിപ്പോൾ ഇനി അവിടെ കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നിനി ഉച്ചക്ക് നമുക്ക് പഴംപൊരിക്ക് ഓർഡർ ഉണ്ട്, 2 മണിക്ക് കൊടുക്കും വേണം. അപ്പോൾ ഇതിന് പോയിട്ട് വരുമ്പോഴോ അമ്മക്കതൊന്നും കൈന്നൂല, ചെറിയ തലവേദന ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എനക്കും അങ്ങനെ ഉണ്ടായിന്. അപ്പോൾ അത് കുറവില്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് ഡോക്ടറെ കാണിക്കാനും പോവാം. അപ്പം ഞാൻ ഏതായാലും പോയിട്ട് വരാട്ടാ. ഇതിപ്പോൾ ഇങ്ങനെ ആയാലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി ഫോണെല്ലാം ശരിയായി നല്ല അടിപൊളിയായി എന്നെല്ലാം വിചാരിച്ച് നിന്നെയാണ്. ചൂടാവും ചെയ്യുന്നു. ഫോൺ നല്ല സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഗ്യാരണ്ടി എങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. അനിയേട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ പോയിട്ട് വരാട്ടാ. അപ്പോൾ ഞാൻ പോയിട്ട് വന്നു. വരുമ്പോഴത്തേനും അമ്മ പഴംപൊരി ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാ. സമയം ഒരുപാട് വൈകി. എന്താ വെച്ചാൽ ആടെ ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴ, ഈടെയാണെങ്കിൽ നല്ല വെയിൽ. ഞാൻ നനഞ്ഞ് കുളിച്ചിട്ടാന്ന് വന്നിന്. അനിയാണ്ടെല്ലാം മൊത്തം നനഞ്ഞിന്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് അതെന്തോ അപ്ഡേഷനിൽ വന്നതാണ്. അത് എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും അറിയുന്നുണ്ടായില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേഷന് അത് ഓണായിട്ടാണ്ടായിന്. അങ്ങനെ നമ്മൾ വൈഫൈയിൽ ഓണാക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ വന്നുകൊണ്ട് അങ്ങനെ ആയതാണ്. അത് അവർ അവിടെ തന്നെ ശരിയാക്കി തന്നിന്. മാറ്റിയിട്ട് വേറെ എടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ഫോൺ നല്ല ഇഷ്ടമായിന്. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തൽക്കാലത്തേക്ക് ഇത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഇതിനേക്കാളും പുതിയ വേർഷൻ എടുക്കണമെങ്കിൽ അതിന് കുറേ പൈസ കൂട്ടും വേണം. പിന്നെ ഞാൻ പറഞ്ഞു ഇതന്നെ മതി. ഇതന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് കുറച്ച് യൂസ്ഡ് ആയല്ലോ.
അപ്പോൾ ഇവിടെ എത്താനും വൈകി. അപ്പത്തിന് അമ്മ ഇത് ചൂടാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് അമ്മ ആ മഴയെ തന്നെ വരെ ഇതിന് എന്താ വെച്ചാൽ അമ്മ ഒറ്റക്ക് വന്നാൽ അമ്മക്കൊന്നും കഴിയുന്നുമില്ല. 2 മണിയാകുമ്പോൾ ഇത് കൊടുക്കാനും പോകണം. അപ്പം ഏതായാലും ഫോൺ അതെ ശരി. അപ്പം ഒന്നാമത്തെ വിഷമം എന്ന് വെച്ചാൽ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ലോകുവിൻ്റെ ഒന്നിച്ചില്ല അമ്മമാരെല്ലാം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വരുമ്പോൾ ഒന്ന് കയറണം എന്ന് വിചാരിച്ചു. പക്ഷേ സമയമില്ല, ഇവിടെ എത്താൻ വയ്യും. ഇപ്പം 1 മണി കഴിഞ്ഞു, 2 മണിക്ക് ഇത് അമ്മ പഴംപൊരി പെട്ടെന്ന് ചുടുന്നതനുസരിച്ച് ഞാൻ വേഗം പഴമെല്ലാം മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ വേഗം പഴംപൊരിയെല്ലാം ചുട്ട് സെറ്റാക്കിയതിന് ശേഷം ഞാനും അതിക്കുട്ടനാണ് കേട്ടോ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അതിക്കുട്ടന് പാൻറ് ഭയങ്കര ടൈറ്റായി. ഇപ്രാവശ്യം 8ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിയതാണ്, എന്നാലും ഭയങ്കര ടൈറ്റ്, ഓനിപ്പോൾ ഇടാൻ പറ്റുന്നില്ല. അപ്പം പുതിയ പാൻറ്റിൻ്റെ തുണി എടുത്തിട്ട് അളവിന് കൊടുക്കാൻ പോകണം. അപ്പം ഓനും എൻ്റെ കൂടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഓക്കെ ഹായ്. അപ്പോൾ സമയം ഇപ്പോൾ വൈകുന്നേരമായി. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കലാന്ന്. അമ്മേ എന്നുണ്ട്? നമ്മളെ വസന്തമ്മ വന്നിട്ട് 2 ദിവസമായി കേട്ടാ. പിന്നെ ലോകൂട്ടാ പുതിയ സ്കൂളല്ല, കഴിഞ്ഞ കൊല്ലം ചേർന്ന്. എന്നാലും സ്കൂളിൽ പോയിട്ട് എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ ഫ്രണ്ട്സിനെല്ലാം കണ്ടു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, സദ്യ. അതെയാ, നല്ല പായസം ഉണ്ടായി. അടിപൊളിയാണ്. അതിക്കൂട്ടന് പിന്നെ വലിയ ക്ലാസ്സിലായോണ്ട് അങ്ങനെ സദ്യയും കാര്യങ്ങളൊന്നും ഇല്ല. ലഡു കിട്ടീനി പറഞ്ഞു. കിട്ടീനിയാ? പിന്നെ വേറെന്തോ കിട്ടീനി പറഞ്ഞല്ലോ നീ. എന്നിട്ടീനി പുസ്തക പെന്ന പുസ്തകവും പെന്നും ഞാൻ എടുത്തോണ്ടരാ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓർഡർ ഉണ്ടായിനി. രാവിലെ ഞാൻ ലോകിൻ്റെ സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയതാണ്. അപ്പത്തേനും പെട്ടെന്ന് ഫോണിൽ ചെറിയൊരു ഇതായതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയി പയ്യനൂർ നേരാക്കാൻ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും ഏകദേശം സമയമായി. അങ്ങനെ ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റിയിട്ട് പിന്നെ എൻ്റെ ഓർഡർ അതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വരുമ്പോൾ തന്നെ സമയമായി. ഇനിയിപ്പോൾ അതെ കഞ്ഞി കുടിച്ചു. അതെ, നഗക്ഷതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പണ്ടേത്തെ വിനീതിന്റെയും മോനീഷേന്റെ എല്ലാം കഴിഞ്ഞിട്ട് അത് ഇപ്പൊ ഉണ്ടത്രേ. പിന്നെ വീഡിയോ ലോഗു സ്കൂളിൽ പോയി വന്നിട്ടില്ല, വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നെയാണ്. വാങ്ങിച്ചാലെല്ലാം പോകാൻ സമയമായി. എന്താ ലോഗുന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതിന് ആദ്യത്തെ ദിവസം ഒരു ബുക്കും ഒരു പെന്നും കിട്ടും. പിന്നെ അല്ലേ, അടിപൊളിയാണ്. ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പ്രൊജക്റ്റോ കാര്യങ്ങളെല്ലാം ആക്കി ഫയലിൽ നമുക്ക് ഇട്ടോക്കും ചെയ്യാം അതില്. പിന്നെ അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ലോകൂട്ടായിന്ന് കുട്ടികളെല്ലാം ഫ്രണ്ട്സിനെല്ലാം കണ്ടുവല്ലേ സ്കൂളിൽ പോയിട്ട്. പുതിയ ഫ്രണ്ട്സിനെ കണ്ടു. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടാ ക്ലാസ്സിൽ? പുതിയ വേറെ സ്കൂളിൽ നിന്ന് പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടാ? അപ്പൊ അമ്മ എന്നുണ്ട്? 2 ദിവസമായിട്ട് മഴ ലേശം കുറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് നമ്മ ഇടുന്ന പയ്യന്നൂരേക്ക് പോകുമ്പോല്ലേ ചൂട് കാലത്ത് മഴ പെയ്യും, മഴക്കാലത്ത് ചൂടാണ്. അത് 2 ദിവസമായിട്ട് ഇപ്പൊ മഴയില്ലാണ്ട്. അപ്പൊ ഇടുന്ന് നമ്മ ഇന്ന് പയ്യന്നൂർ പോകുമ്പോ ഒരു മഴയും ഇല്ല. അപ്പൊ കോട്ടൊന്നും എടുക്കാണ്ട് പോയി ആടെ പേരും മഴ. ആ പയ്യന്നൂരുണ്ടായില്ല, പയ്യന്നൂരിൽ നിന്ന് ഇറങ്ങിയാട് ഭയങ്കര മഴ. അതുകൊണ്ട് നമ്മ തിരിച്ചെത്താനെല്ലാം വൈകി. അതുകൊണ്ട് ഞാൻ അതിലെല്ലാം അലക്കി മുറ്റത്ത് തന്നെ എല്ലാം അറിയിട്ടുണ്ട്. ചെറുങ്ങനെ ഒന്ന് പൊടിഞ്ഞിട്ട് പോയി അതിന്റെ ഇടയ്ക്ക് ഒരു സമയം നല്ലോണം ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇന്ന് സ്കൂളിൽ ലോകിന്റെ സ്കൂളിൽ പോയിട്ട് സ്കൂളത്തെ വിശേഷങ്ങളെല്ലാം എടുക്കണം എന്നെല്ലാം വിചാരിച്ചാണ്. പക്ഷെ അത് പറ്റിയിട്ടാ. അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്കൂളിൽ പോയിട്ട് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിനി ഇത് ഇതിന് പഠനോത്സവത്തിന്. അപ്പോൾ ഇന്ന് കുറച്ച് ഇങ്ങനെ കാര്യങ്ങളിലായിട്ടില്ല, ചെറിയൊരു വീഡിയോ ആണ്. ഇങ്ങനെ ഒരു ദിവസം എടുത്തുന്നേലും. അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് പിന്നെ പോരാണ്ട് നമ്മിന്ന് ഉച്ചക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടായിനി. നമ്മ ചക്കപ്പൂതിൽ അച്ചാറാക്കിയിട്ടുണ്ടായിട്ടേ. നമ്മ കഴിഞ്ഞ ദിവസം ചക്കപ്പൂതിൽ അച്ചാറാക്കിയിട്ടുണ്ടായിനി. അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടാം, റെസിപ്പി വീഡിയോ. അപ്പോൾ
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാലോ കൂട്ടാ. ആദ്യക്കൂട്ടം വന്നാട് കളിക്കാൻ പോയി കേട്ടാ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.